ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടുകൂടി വീണ്ടും നമ്മൾ ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഒത്തിരി പ്രാർത്ഥനയോടുകൂടി നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിന് വേണ്ടി കാത്തിരുന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്രിസ്തുമസിൻ്റെ ഈ ദിവസങ്ങൾ അടുത്ത് വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മളോട് ഈ ദിവസങ്ങളിൽ എന്താണ് പറയാനുള്ളതെന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ വചന ചിന്തയിലൂടെ ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആമുഖമായ ആത്മാർത്ഥതയോടുകൂടി ഈ വചനങ്ങൾ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, ലോകത്ത് മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്നത് ഒത്തിരി സമാധാനവും സ്നേഹവും എല്ലാം ലഭിക്കണമെന്നുള്ളതാണ്. പക്ഷേ അവരൊന്നും ആഗ്രഹിക്കുന്ന രീതിയിൽ ആ കാര്യങ്ങളിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുന്നില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, നമ്മുടെ പ്രതിസന്ധികളെല്ലാം നമുക്ക് അതിജീവിക്കാൻ വേണ്ടി ദൈവം തമ്പുരാനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഒരു ബോധ്യം. ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായ പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം കടന്നു വരുമ്പോൾ അത് അതിജീവിക്കുന്നതിന് വേണ്ടി ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് അതിജീവിക്കാൻ നമുക്ക് സാധിക്കണം. ക്രിസ്തുമസിൻ്റെ ഈ ദിവസങ്ങളിൽ സർവ്വജനത്തിനുണ്ടാകാനുള്ള ഒരു മഹാസന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് നമ്മൾ കേൾക്കുവാനും കാണുവാനും ഒക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെക്കുറിച്ചും ഓർക്കുമ്പോൾ നമുക്ക് സകലർക്കും ഉണ്ടാകാനുള്ള മഹാസന്തോഷം നമുക്ക് ലഭിക്കുന്നില്ല. പക്ഷേ ഇന്ന് നമ്മൾ ദൈവത്തിൽ ഒത്തിരി ആഗ്രഹിക്കുകയാണ്. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സമാധാനവും സന്തോഷവും ഒക്കെ ദൈവമേ ലഭിക്കണമെന്ന് നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ ദൈവത്തോട് ആലോചന ചോദിക്കുന്നതും അത് തന്നെയാണ്. ദൈവം അത് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യ കാലഘട്ടം മുതൽ ഇന്ന് വരെയും മനുഷ്യരുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികൾ വന്നപ്പോഴും അവരെല്ലാം ദൈവത്തോട് ചേർന്ന് നിന്ന് അവരുടെ പ്രതിസന്ധികൾ അതിജീവിച്ചതായിട്ടാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എത്രയോ സംഭവങ്ങളാണ് ഇതുപോലെ ചേർത്ത് പറയാനുള്ളത്. ഓരോ ദിവസവും വരുന്ന പ്രതിസന്ധികളെ നമ്മൾ അതിജീവിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ്. ഇന്ന് എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും എനിക്കും പറയുവാനുള്ളത് ഇത് തന്നെയാണ്. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ സർവശക്തനായ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പ്രിയമുള്ളവരെ, പഴയ നിയമ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലേക്ക് ഓരോ പ്രതിസന്ധികളും കടന്നു വന്നപ്പോൾ അവരെ വഴി നടത്തുന്നവനായ സർവശക്തനായ ദൈവത്തിൽ അവർ ശക്തമായി ആശ്രയം വെച്ചു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ എത്രയോ പ്രതിസന്ധികളുണ്ടായി. ആ പ്രതിസന്ധികളെല്ലാം അവർ അതിജീവിച്ചിട്ടുള്ളത് ദൈവത്തോട് ചേർന്ന് നിന്നാണ്. പഴയ നിയമ പുസ്തകം പഠിക്കുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും അധികം ദൈവജനം ഇസ്രായേൽ മക്കൾ ആഗ്രഹിച്ചത് അവർക്ക് ജീവിതത്തിൽ ഒത്തിരി സമാധാനം കിട്ടണമെന്നാണ്. അവർ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് പുറപ്പെടുമ്പോൾ അവരുടെ ജീവിതത്തിൽ എത്രയോ പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിലുണ്ടായി. അവരെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി യാത്രയായെങ്കിലും അവരുടെ മുമ്പിൽ വന്ന ചെങ്കടലിനെ കണ്ടപ്പോൾ അവർ ഒത്തിരി ഭയപ്പെട്ടു, ഒത്തിരി അസ്വസ്ഥരായി. പക്ഷേ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അവിടെ കൂടെ ഉള്ളതുകൊണ്ട് അവർക്ക് ഒരു തിരിച്ചറിവിലേക്ക് എത്തുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം എന്തെങ്കിലും ഒരു വഴി തുറക്കുമെന്ന്. മോശ അതിനുവേണ്ടി ഒത്തിരി ആഗ്രഹിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അവർ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള, അവരുടെ പ്രതീക്ഷകൾക്കപ്പുറമായിട്ടുള്ള ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന് ചെങ്കടലിനെ രണ്ടായി വിഭജിച്ച് അവരുടെ പ്രതീക്ഷയ്ക്കപ്പുറമായി വലിയ ഒരു ജീവിതയാത്രയിൽ വിജയം കൈവരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ അവരെ സഹായിച്ചു. നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരയിലൂടെ നമ്മൾ പോകുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്ന് ഇതുപോലെ യാത്ര ചെയ്യുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഇനി മുമ്പോട്ടുള്ള നമ്മുടെ യാത്രകളെല്ലാം അനുഗ്രഹമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കും. പ്രിയമുള്ള, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഞാൻ നിൻ്റെ മേൽ ശ്രദ്ധ വെച്ച് ആലോചന പറഞ്ഞ് കരം പിടിച്ച് നടത്തുന്ന ദൈവമാണ്. ഇസ്രായേൽ ജനതയുടെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇതെത്രമാത്രം സത്യമായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അവരുടെ ജീവിതത്തിൽ നാളുകളിൽ എന്തായിരിക്കുമെന്ന് അവർ സങ്കടപ്പെടുമ്പോൾ, അവർ ചിന്തിക്കുമ്പോൾ, അസ്വസ്ഥരാക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറഞ്ഞതുപോലെ തന്നെ അവരുടെ മേൽ ദൈവം അവിടെ നിന്ന് ശ്രദ്ധ വെച്ച് അവരെ കരം പിടിച്ചാണ് ഇസ്രായേൽ ജനത്തെ ദൈവം ആ മരുഭൂമിയിലൂടെ നടത്തുന്നത്. ഓരോ പ്രതിസന്ധികൾ വന്നപ്പോഴും
അവർക്ക് ഒരു കാര്യം മനസ്സിലാകുകയാണ്, ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയമായി എന്നുള്ള അടയാളമാണ് ഓരോ പ്രതിസന്ധികളും അവർ കണ്ടുകൊണ്ടിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രതിസന്ധികളും അവരുടെ ജീവിതത്തിൽ ദൈവമഹത്വം ദർശിക്കാനുള്ള ഇടങ്ങളായി തീർന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ വചനത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ നാളുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊന്നും മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു ഇരുട്ട് മാത്രമായിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത്. പക്ഷേ ദൈവം പറയുന്നു, ദൈവത്തിൻ്റെ വചനം പറയുന്നു, പരിശുദ്ധനായ പൗലോസിലേക്ക് പറയുന്നു, അവൻ എന്നെ ശക്തനാക്കുന്നത് വഴി ഞാൻ സകലത്തിലും മതിയായവനാണ്. ഇന്നത്തെ ഈ ദിവസം നമ്മൾ വചനം കേൾക്കുമ്പോൾ പല കാര്യങ്ങളിലും നമ്മൾ അശക്തരാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ദൈവം നമ്മളെ ശക്തീകരിക്കുന്നുവെങ്കിൽ, ദൈവം നമ്മളെ ബലപ്പെടുത്തുന്നുവെങ്കിൽ, ദൈവം നമ്മളെ കരം പിടിച്ച് നടത്തുന്നുവെങ്കിൽ ഏത് പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളെക്കുറിച്ചും നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഈ ജീവിതയാത്ര സഹനത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുന്ന ഓരോ ദിവസങ്ങളായിരിക്കാം ഈ വചനം കേൾക്കുമ്പോൾ. പക്ഷേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നമ്മളെ പറയുന്നത് എന്താണ്, പഠിപ്പിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴെ നിങ്ങൾ താണിരിപ്പിൻ, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുമെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴെ താണിരിക്കുവാനുള്ള ഒരു വലിയ ദൈവവിശ്വാസം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ദൈവവിശ്വാസം നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കരുത്തുള്ള, ശക്തിയുള്ള ഒരു ദൈവരാജ്യത്തിൻ്റെ രഹസ്യമായി നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവപ്പെടും. ഇന്നത്തെ ദിവസം നിങ്ങളുമായി ഈ വചനങ്ങൾ ഞാൻ പങ്കുവയ്ക്കുമ്പോൾ അറിവിൽ നിന്നല്ല പറയുന്നത്, സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നു. ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴെ താണിരുന്നാൽ ദൈവം നമ്മളെ തക്ക സമയത്ത് നമ്മളെ ഉയർത്തുമെന്ന് മാത്രമല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറമായി ദൈവത്തിൻ്റെ ചില ഇടപെടലുകൾ, ദൈവത്തിൻ്റെ ചില നടത്തിപ്പുകൾ, ദൈവത്തിൻ്റെ ചില നീക്കുപോക്കുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ കാണുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കും, ദൈവം നമ്മളെ എത്രയോ സ്നേഹിക്കുന്നു എന്ന്. കർത്താവിൻ്റെ വചനം നമ്മളെ പറയുന്നു, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ നാശത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന്. തീർച്ചയായും നമ്മൾ പോലും ചിന്തിക്കും, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള പദ്ധതികൾ പലപ്പോഴും ഫലവത്താവാത്തതുകൊണ്ട് എവിടെയും എത്താൻ സാധ്യമല്ല എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ദൈവത്തിന് കൃത്യമായ ഒരു പ്ലാനും പദ്ധതി ഉള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ തന്നെ ആരും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില അനുഗ്രഹകരമായ നിമിഷങ്ങളിലൂടെ ദൈവം നമ്മളെ നടത്തും. ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ, നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും തോന്നും, ദൈവം എത്ര വലിയവനാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഭയപ്പെട്ടതുപോലെ അല്ലെങ്കിൽ ചിന്തിച്ചതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതൊക്കെ കാരണമെന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള കൃത്യമായ പ്ലാനും പദ്ധതിയുമൊക്കെ ദൈവം എൻ്റെ ജീവിതത്തിൽ അവിടെ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവർ, ഞാൻ പറഞ്ഞ ആ ദൈവവചനം നിങ്ങൾ ചേർത്ത് വായിക്കണമേ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളും വരുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്ന് അതിജീവിക്കുവാനാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്നത്തെ ഈ ദിവസം ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായും എല്ലാ പ്രതിസന്ധികൾ വരുമ്പോഴും നമ്മൾ തീർച്ചയായും ദൈവത്തെ ചേർത്ത് പിടിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ വന്നു ചേർന്നേക്കാം. യേശു പറഞ്ഞു, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെപ്പോഴും കഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ലോകത്തെ ജയിച്ച യേശുവിൻ്റെ സാന്നിധ്യമാണ് നമ്മളെ എപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏലിയാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഏലിയാവ് ഒത്തിരി പ്രതീക്ഷയോടുകൂടിയാണ് പലപ്പോഴും ജീവിതം മുമ്പോട്ട് നയിച്ചത്. കെരീത്ത് തോടിൻ്റെ അരികത്ത് അവനവിടെ ഇരുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ പ്രതീക്ഷിക്കാത്ത സമയത്ത് കെരീത്ത് തോട് വറ്റിപ്പോയി. ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്, നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചില പ്രതീക്ഷകൾ മങ്ങലേറ്റേക്കാം, ചില പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റേക്കാം, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ വന്നേക്കാം, ജീവിതത്തിൻ്റെ ചില കെരീത്ത് തോടുകൾ വറ്റിപ്പോയേക്കാം. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, ചില കെരീത്ത് തോടുകൾ വറ്റിപ്പോയാൽ മാത്രമേ ചില അനുഗ്രഹത്തിൻ്റെ ഉറവിടങ്ങൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കുകയുള്ളൂ. ചിലത് നമുക്ക് ഇല്ലായ്മ വരുമ്പോൾ പുതിയത് ദൈവം നമുക്ക് വേണ്ടി പുതിയതിനെ ദൈവം സൃഷ്ടിച്ചുണ്ടാക്കും. ഏലിയാവിൻ്റെ ജീവിതത്തിൽ കെരീത്ത് തോട് വറ്റിപ്പോയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ മറ്റൊരു അനുഗ്രഹത്തിലേക്ക്, മറ്റൊരു നന്മയിലേക്ക് ദൈവം അവനെ വഴി നടത്തിയെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന എനിക്കും നിങ്ങൾക്കുമൊക്കെ
ദൈവം ഒരു പുതിയ ബോധ്യം തരികയാണ്. ഞാൻ നിന്നെ ഒരു നാളും ഞാൻ നിന്നെ കൈവിടുകയില്ല, ഒരു നാളും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ബാലസിംഹങ്ങൾക്ക് ഇര കിട്ടാതെ വിശന്നാലും ദൈവത്തിൻ്റെ മക്കളെ ദൈവം പോറ്റി പുലർത്തും. സങ്കീർത്തനക്കാരൻ പറയുന്നത് എത്ര അനുഗ്രഹീതമായ വചനമാണ്. ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വശന്നാലും ദൈവത്തിൻ്റെ മക്കളെ ദൈവം പോറ്റി പുലർത്തും. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് ജീവിതത്തിലെ ചില ദുഃഖകരമായ സംഭവങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിലും അടുത്ത ഒരു കാര്യത്തിലേക്ക് ദൈവം നമ്മളെ നിറപടിയായി നടത്താൻ ആഗ്രഹിക്കുന്നു എന്ന് നമ്മളത് മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കെല്ലാം ദൈവം സകലതും നന്മയ്ക്കാക്കി തീർക്കും. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും കഷ്ടതയോ ഏതെങ്കിലും പ്രയാസമോ ഏതെങ്കിലും ബുദ്ധിമുട്ടോ ഏതെങ്കിലും സങ്കടമോ ഏതെങ്കിലും കണ്ണുനീരോ എന്തുമാകട്ടെ നിങ്ങളെ അസ്വസ്ഥമാക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അത് നന്മയ്ക്കാക്കി തീർക്കുമെന്ന ഉള്ള ദൈവത്തിൻ്റെ വചനം മാറ്റമില്ല. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനം ഒരിക്കലും മാറുകയില്ല. അതുകൊണ്ട് തീർച്ചയായും ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ ഈ വചനത്തിൻ്റെ മുമ്പിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, എൻ്റെ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ നീ എത്രയോ നീക്കുപോക്കുകൾ എനിക്ക് വേണ്ടി വരുത്തി. ഞാൻ അന്ന് അത്ര ശക്തമായി ഒന്നും പ്രാർത്ഥിച്ചുമില്ല, ദൈവത്തിൽ ആശ്രയിച്ചുമില്ല. എങ്കിലും ദൈവം എന്നെ കൈവിട്ടില്ല. ഞാൻ അവിടെ നിന്ന് ആഗ്രഹിച്ചതിനേക്കാൾ എത്രയോ മടങ്ങ് ദൈവം എന്നെ ഉയർത്തി. ബൈബിളിലെ അവിടെ നിന്ന് വേദപുസ്തകത്തിലെ ഓരോ കഥാപാത്രങ്ങളെക്കാൾ വ്യത്യസ്തനായി ദൈവം എന്നെ സ്നേഹിച്ചു, ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ആദ്യം മുതൽ കേൾക്കുന്നത് ഒരു കാര്യമാണ്, ഏത് പ്രതിസന്ധികൾ വരുമ്പോഴും ദൈവത്തോട് ചേർന്ന് നിന്ന് മുൻപോട്ട് പോകാൻ സാധിച്ചാൽ എല്ലാ പ്രതികൂലങ്ങളെയും നമുക്ക് അനുകൂലമാക്കാൻ സാധിക്കും. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികൾ വന്നപ്പോഴും അവർ ഭയപ്പെട്ടില്ല, അവർ സങ്കടപ്പെട്ടില്ല, അവർ ദുഃഖിച്ചില്ല. മറിച്ച് അവരെന്ത് ചെയ്തു? അവർ ദൈവത്തിൻ്റെ ആ വലിയ അനുഗ്രഹം കാണുന്നതിന് വേണ്ടി അവർ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായി ദൈവത്തിൻ്റെ ഇടപെടലുകൾ അവരുടെ ജീവിതത്തിലുണ്ടായി. അവരാഗ്രഹിച്ചതിനേക്കാൾ 100 ഇരട്ടി അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ ലഭിച്ചു. ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ഇന്ന് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നിന്നോട് പറയുന്നു, ഞാൻ നിന്നെ മാനിക്കാൻ കഴിവുള്ള ദൈവമാണ്, ഞാൻ നിന്നെ അനുഗ്രഹിപ്പാൻ കഴിവുള്ള ദൈവമാണ്. നിൻ്റെ ഈ കാലഘട്ടങ്ങളിലെ ജീവിതത്തിൽ നീ പുറകോട്ട് നോക്കുമ്പോൾ നീ ഇത്രമാത്രം ഏതെങ്കിലും തരത്തിൽ നീ ഉയർന്നിട്ടുണ്ടെങ്കിൽ, വിജയം കൈവരിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ദൈവം ഒത്തിരി നന്മകൾ ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തെ കൂടാതെ ആർക്കും ഒന്നും പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് നമുക്കറിയാം. നമ്മൾ പലപ്പോഴും ബുദ്ധിപരമായും ഐഡിയപരമായും ഒക്കെ നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കാൻ വേണ്ടി നമ്മൾ പലപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കും. പക്ഷെ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകും. പക്ഷേ ദൈവം പറയുന്നു, ദൈവത്തിൻ്റെ കൂടെ നമ്മളുണ്ടെങ്കിൽ ആറ്റരുത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ തക്ക കാലത്ത് ഫലം കായ്ക്കുന്നത് പോലെയുള്ള ഒരു അനുഭവത്തിൽ നമുക്ക് വളരാൻ സാധിക്കും. നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് തക്ക കാലത്ത് ഫലം വായിക്കുന്ന ഒരനുഭവമാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഏതെങ്കിലും കാലത്തുള്ള എന്തെങ്കിലും ഒരനുഭവമല്ല. നമ്മുടെ ജീവിതത്തിൽ അതാത് സമയത്ത് വേണ്ട ദൈവാനുഗ്രഹങ്ങൾ നമ്മളിലൂടെ ദൈവം ലോകത്തിനും നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ ദൈവം അവിടെ നിന്ന് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവത്തെ അവിടെ നിന്ന് പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം സർവശക്തനാണെന്ന് വിശ്വസിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ, നേരത്തെ നമ്മൾ കേട്ടതുപോലെ അവൻ നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് കരം പിടിച്ച് ആലോചന പറഞ്ഞ് ദൈവം നമ്മളെ മുമ്പോട്ട് നയിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല കാര്യങ്ങളുടെ മുമ്പോട്ടുള്ള യാത്രകളൊക്കെ. കാരണം ദൈവത്തിന് നമ്മളെക്കുറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൽ മാത്രമേ ഒരു ദൈവ പൈതലിന് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ആ പോകുന്ന സമയത്ത്, ആ വഴിയിൽ, ആ ജീവിതയാത്രയിൽ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വന്നേക്കാം. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണെങ്കിലും ദൈവം അവനെ അതിൽ നിന്ന് വിടുവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ
അസംഖ്യമായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്. എന്താണത്? ദൈവം നമ്മളെ എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും വിടുവിക്കുമെന്നുള്ളത്. അത് നമ്മൾ പറയുമ്പോൾ നമ്മുടെ അനുഭവം അതുതന്നെയാണ്. എത്രയോ അനർത്ഥങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം, ഈ അനർത്ഥത്തിൽ നിന്നും ദൈവം നമ്മളെ വിടുവിക്കുമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം. ഇന്നത്തെ ദിവസം ഈ വചനത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. ദൈവം, എൻ്റെ ജീവിതത്തിൻ്റെ ഈ അനർത്ഥങ്ങളൊക്കെ മാറുമോ? എൻ്റെ ഈ വിശ്വാസ യാത്രയിൽ, എൻ്റെ ഈ വിശ്വാസ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ മുമ്പോട്ട് പോകാൻ സാധിക്കുമോ എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലിപ്പോൾ കയറി വരുന്നുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നമ്മളെ ഒരിക്കലും അനാഥരായി വിടില്ല എന്ന് പറഞ്ഞ ഒരു ദൈവം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രതിസന്ധി വന്നാലും, സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്, കൂരിരുൾ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടില്ല. കാരണം ദൈവം എൻ്റെ കൂടെ ഇരിക്കുന്നു. എൻ്റെ ജീവിതം ഒരുപക്ഷെ ഇപ്പോൾ കൂരിരുട്ടിൻ്റെ അനുഭവമാകാം. പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ എൻ്റെ പ്രതീക്ഷകളെല്ലാം മങ്ങലേറ്റാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഞാൻ തിരിച്ചറിയുന്നു, ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ പോയാലും ഞാനൊന്നും ഭയപ്പെടില്ല. പ്രിയമുള്ളവർ, ഇന്നത്തെ ദിവസം ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ച് മുമ്പോട്ട് പോകുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. നിന്റെ തലയിലെ തലമുടി നാര് നിലത്ത് വീഴുന്നുണ്ടെങ്കിൽ പോലും ദൈവം അറിയുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും നാളെ സംഭവിക്കാൻ പോകുന്നതും കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചതുമെല്ലാം ദൈവം അറിഞ്ഞിട്ടാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മളെ കൂടുതൽ സന്തോഷമുള്ളവരാക്കി തീർക്കണം. കാരണം ദൈവം നമ്മളെ കരം പിടിച്ച് നടത്തുന്നത് കൊണ്ട് നമുക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല, ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ ക്രിസ്തുമസിൻ്റെ ദിവസങ്ങൾ അടുത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ കേട്ടതുപോലെ തന്നെ സകല ജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷത്തിൻ്റെ ഒരു ക്രിസ്തുമസ് നമ്മൾ ഒരിക്കൽ കൂടെ നമ്മൾ ജീവിതത്തിൽ അനുഭവയോഗ്യമാക്കാൻ പ്രാർത്ഥിച്ച് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതമാകുന്ന പുൽക്കൂടിൽ, നമ്മുടെ ജീവിതമാകുന്ന സഹനവും സങ്കടവും ദുഃഖവും ഒക്കെ നിറഞ്ഞ പുൽക്കൂടിൽ യേശു ജനിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഇല്ലായ്മകളിൽ വല്ലായ്മകളിലൊക്കെ യേശു ഒരിക്കൽ കൂടെ ജനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓർമ്മകളിൽ, അത് നല്ലതായാലും മോശമായാലും, ദൈവം അതെല്ലാം നന്മയ്ക്കാക്കി തീർക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ നിവൃത്തി ഉണ്ടാകും. എന്താണത്? സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷത്തിൻ്റെ സദ്വാർത്ത. മഹാസന്തോഷം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ നേരത്തെ നമ്മൾ കേട്ടതുപോലെ തന്നെ ഏത് പ്രതിസന്ധി വന്നാലും ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ഞാനും നിങ്ങളും നിശ്ചയമായും അതിന് കടപ്പെട്ടവരാണെന്ന് നമ്മൾ വിശ്വസിക്കണം. വിശ്വാസമെന്ന് പറയുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കാൻ ആഗ്രഹിക്കുകയാണ്. പുതിയ വർഷത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷെ വിശ്വാസമെന്ന് പറയുന്നത് എന്താണ്? ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. അടുത്ത വർഷം ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന എൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ വർഷമാണെന്ന് കാണാതെ തന്നെ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അടുത്ത വർഷം എൻ്റെ ജീവിതത്തിൽ അസാധാരണമായിട്ടുള്ള ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ നീരുറവ തുറക്കുന്ന ഒരു വർഷമാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. വിശ്വാസമെന്ന് പറയുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. എന്താണോ നമ്മൾ ആശിക്കുന്നത്, എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, എന്താണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അതെല്ലാം ഒരു അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായും വെളിപ്പെടും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ രീതിയിൽ നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ജീവിതത്തിൽ ഇന്നോളം നമ്മളെ നടത്തിയ ദൈവം ഇനിയും മുമ്പോട്ട് നടത്താൻ നമ്മൾ പൂർണ്ണമായും ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം ഒരിക്കൽ പോലും കുറുകിപ്പോയിട്ടില്ല. ആയതിനാൽ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. ദൈവത്തിൻ്റെ പ്രവാചകൻ പറയുന്നത് പോലെ അത്തിമരങ്ങൾ പൂത്തില്ലെങ്കിലും
ഗോശാലയിൽ കന്നുകാലികൾ ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. ജീവിതത്തിൽ ഏതു തരത്തിലുള്ള നന്മകൾ വെളിപ്പെട്ടാലും വെളിപ്പെട്ടില്ലെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിൽ സന്തോഷിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആ വലിയ സഹായം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്മസ് അടുത്തു വരുമ്പോൾ പരിശുദ്ധ അമ്മ കേട്ട ദൈവവചനം പോലെ ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് നമ്മൾ വിശ്വസിക്കുകയും നമ്മളതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അസാധ്യമാണെന്ന് നമുക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് സാധ്യമാക്കി തരും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ദൈവം നമ്മളെ ശക്തമായി എടുത്ത് ഉപയോഗിക്കും. നമ്മൾ പോലും ചിന്തിക്കാത്ത തലങ്ങളിലേക്ക് ദൈവം നമ്മളെ വിനിയോഗിക്കും. അങ്ങനെ എല്ലാ നിലകളിലും നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തെ ക്രിസ്തുമസ് നിങ്ങൾക്കൊത്തിരി സന്തോഷവും സമാധാനവും തരട്ടെ. അതുപോലെ തന്നെ പുതിയ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ 2025 ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഗ്രഹത്തിൻ്റെ, സമൃദ്ധിയുടെ, സന്തോഷത്തിൻ്റെ വർഷമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ നേരുകയാണ്. ദൈവത്തിൻ്റെ നാമം എപ്പോഴും മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ. ഹല്ലേലൂയ. കർത്താവിൽ എത്രയും സ്നേഹമുള്ള ദൈവമക്കളെ, ഇന്നത്തെ തിരുവചന ധ്യാനം നയിച്ചത് നമ്മുടെ എത്രയും ബഹുമാനപ്പെട്ട ജോസ് പരുത്തോയിലിൽ അച്ഛനാണല്ലോ. വളരെ വളരെ അനുഗ്രഹകരമായ ദൂത് നമുക്ക് ലഭിച്ചു. നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ബഹുമാനപ്പെട്ട അച്ഛന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവ കാലം ചെയ്തിട്ട് തിങ്കളാഴ്ച 40 ദിവസമാകുന്നു. 40ാം ദിനം ആചരിക്കുമ്പോൾ നമുക്ക് ശ്രേഷ്ഠ പിതാവിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. സിസ്റ്റർ, ഒരു സംഭവം ഇങ്ങനെ ഓർക്കുന്നു. എൻ്റെ ഇടവകപ്പള്ളി കട്ടിലപ്പുവം സെൻറ്റ് മേരീസ് പള്ളിയാണ്. ഞാൻ കോൺവെൻറ്റിൽ ചേരുന്നതിന് മുൻപ് ഒരിക്കൽ ശ്രേഷ്ഠ ബാബ തിരുമനസ്സുകൊണ്ട് തിരുമേനി ആയിരിക്കുമ്പോൾ പള്ളിയിൽ വന്ന് വിശുദ്ധ ബലിയർപ്പിച്ചു. ഞങ്ങളൊക്കെ അന്ന് തിരുമേനിയുടെ ആഗമനം, ഒരു ദൈവം ഇറങ്ങി വരുന്ന അതേ അനുഭവത്തിൽ ഞങ്ങൾ കാത്തിരുന്നു. കാരണം ഞങ്ങളുടെ ദേശത്തൊന്നും അധികം തിരുമേനിമാർ വരാറില്ല. അപ്പോൾ ഇന്ന് പിതാവ് വന്നു വിശുദ്ധ ബലിയർപ്പിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ ഞാൻ ഓർക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ ഒരു പരിവർത്തനം എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് അടർന്നു വീഴാൻ തുടങ്ങി. എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. വിശുദ്ധ ബലിയുടെ ആദ്യം മുതൽ അവസാനം വരെ കണ്ണുനീരൊഴുകുകയാണ്. ഞാൻ ചുറ്റും നിന്നവരെല്ലാം നോക്കി, എല്ലാവരുടെയും കണ്ണുകളിൽ നിന്ന് തോരാതെ കണ്ണുനീരൊഴുകുന്ന ഒരു അനുഭവം. കണ്ണുനീരിൽ കുതിർന്ന വിശുദ്ധ ബലിയർപ്പിച്ച ശ്രേഷ്ഠ ആചാര്യനാണ് നമ്മുടെ ശ്രേഷ്ഠ പിതാവ്. നമുക്ക് പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കണമെന്ന് അപേക്ഷിക്കാം. ഇന്നത്തെ തിരുവചന ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് എൽദോസ് നീത ദമ്പതികളാണ്. അവരിപ്പോൾ ഓസ്ട്രേലിയയിലാണ്. ഒരു ജോലി പെർമനൻ്റായിട്ട് ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ. അവരുടെ മാതാപിതാക്കളെ എല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവചന ധ്യാനം സ്പോൺസർ ചെയ്തിട്ടുള്ള സകല മക്കളെയും അളവില്ലാതെ അനുഗ്രഹിക്കാനായി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമുക്ക് ഡിസംബർ 20-ാം തീയതി വൈകുന്നേരം ആരംഭിച്ച് 23-ാം തീയതി വൈകുന്നേരം അവസാനിക്കുന്ന ക്രിസ്തുമസ് അവധിക്കാല കുടുംബ നവീകരണ ധ്യാനം, ആ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബമായി അനേകം മക്കൾ കടന്നു വന്ന് ശുദ്ധീകരണം പ്രാപിക്കാനായി നമുക്ക് എളിമയോടെ പ്രാർത്ഥിക്കാം. ശനിയാഴ്ചകളിലെ ഉച്ചവരെയുള്ള ധ്യാനം, തിരുവചന ധ്യാനം, ഞായറാഴ്ചത്തെ എവൻഗേലിയൻ സന്ദേശം, തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലെ ബൈബിൾ ക്ലാസ്, ബൈബിൾ സ്റ്റഡി, ഗൂഗിൾ മീറ്റിൽ എല്ലാം സമർപ്പിക്കുമ്പോൾ ജനുവരി അവസാനം നടത്തപ്പെടാനിരിക്കുന്ന നമ്മുടെ വാർഷിക കൺവെൻഷന് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. മേഖലാ കൺവെൻഷനുകളെല്ലാം വിശുദ്ധാത്മാവ് മാത്രം ഏറ്റെടുത്ത്
ആത്മാക്കളെ കൊയ്തെടുക്കുന്ന വലിയ ശുശ്രൂഷയാക്കി മാറ്റണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം കാൽവരി ക്രൂശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിപൂർണമാക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരുടെ മേലും നമ്മളോർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ സമർപ്പിച്ച വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നും എല്ലാ നാളും വർദ്ധിക്കുമാറാകട്ടെ. ആമേൻ.